അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ജി സുധാകരൻ. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ നാളെ നിലപാട് പ്രഖ്യാപിക്കും. നാളെ പുന്നപ്രയിലെ വീട്ടിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തും. പിന്തുണ തേടി പ്രവർത്തകരെ സുധാകരൻ നേരിൽ വിളിക്കുന്നുണ്ട്. സുധാകരനോടൊപ്പം പ്രവർത്തകർ കൊഴിയാതിരിക്കാൻ CPM-ഉം ശ്രമം നടത്തുന്നു. മനീഷ് മഹിപാലും റഹീസ് റഷീദും ചേരുന്നു. മനീഷ് മഹിപാൽ 90% ജി സുധാകരൻ നാളെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായുള്ള പ്രഖ്യാപനം നടത്തുമെന്നുള്ള വിവരമല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF പിന്തുണ കൊടുക്കും. അങ്ങനെ വന്നാൽ UDF പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വരാനുള്ള സാധ്യതയേറുകയാണോ? നാളത്തെ വാർത്താ സമ്മേളനം നിർണായകമാണോ? മനീഷ് മഹിപാൽ. അരുൺകുമാർ, നിലവിൽ ഒരു 10% സാധ്യത മാത്രമേ ഉള്ളൂ. ജി സുധാകരൻ അവസാന ലാപ്പിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്മാറ്റം ഉണ്ടാകുമോ എന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ കേരളം നാളെ ഉറ്റുനോക്കുന്നത് അമ്പലപ്പുഴ പുന്നപ്രയിലേക്കായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിപ്പോർട്ടർ ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന വാർത്ത പുറത്തുവിട്ടു. പിന്നാലെ ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് തന്നെ ശരിവെച്ചുകൊണ്ട് ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനില്ല എന്ന നിലപാട് ഉറച്ചു നിന്നത്. ഇപ്പോഴിതാ ജി സുധാകരൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. കൂടുതൽ പിന്തുണ ചോദിച്ച് പ്രാദേശിക നേതാക്കളെ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുള്ള നേതാക്കളെ കൂടി അദ്ദേഹം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ CPM നേതാക്കൾക്ക് വലിയ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന വലിയ ആക്ഷേപം നിലനിൽക്കെ ജില്ലയ്ക്ക് പുറത്തുള്ള പല ആളുകളുടെയും പിന്തുണ ഇതിനോടകം തന്നെ ജി സുധാകരൻ ലഭിച്ചു എന്നാണ് നിലവിൽ പാർട്ടിക്ക് കിട്ടുന്ന വിവരം. ഒപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെയും ചില അണികളെയും ഒക്കെ തന്നെ ജി സുധാകരൻ വലവീശി പിടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്തുണ തേടി എത്തുന്നു എന്നത് പാർട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജി സുധാകരനൊപ്പം കൂടുതൽ അംഗങ്ങൾ കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള അതീവ ജാഗ്രത, പ്രതിരോധം തീർക്കാൻ അമ്പലപ്പുഴയിൽ ഏത് രീതിയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയാൽ എല്ലാവിധത്തിലുമുള്ള പ്രതിരോധം തീർക്കാൻ CPIM അതിന്റെ നടപടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അടക്കം തുടങ്ങി ജി സുധാകരൻ അതിന്റെ പ്രയത്നം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നതാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. പക്ഷേ അതല്ല, പാർട്ടി സെക്രട്ടറിയുടെ പ്രകോപനം തന്നെയാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴിതാ അമ്പലപ്പുഴയിൽ അങ്ങനെ CPM-ന് വലിയ വെല്ലുവിളിയാകുന്നു. അങ്ങനെ UDF പാളയത്തിലും ജി സുധാകരൻ തലവേദനയാകും. കാരണം അമ്പലപ്പുഴ സീറ്റ് ജി സുധാകരന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മറ്റ് സീറ്റുകളിലേക്ക് പോകേണ്ടി വരും. ഒപ്പം തന്നെ ജാതി സമവാക്യങ്ങൾക്കടക്കം ആലപ്പുഴ ജില്ലയിൽ UDF-ന് മാറ്റിമറിക്കേണ്ടി വരും. ജി സുധാകരൻ എന്ത് നിലപാടെടുക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജി സുധാകരന് പിന്തുണ നൽകുന്നു. അങ്ങനെ ജില്ലയിലെ പാർട്ടിയിലെ അസംതൃപ്തരായ ആളുകൾ ജി സുധാകരനൊപ്പം നിൽക്കുന്നു. ജി സുധാകരൻ പിന്തുണ നേടിയുള്ള അത്തരം ഫോൺ വിളികളൊക്കെ തന്നെ പാർട്ടി കമ്മിറ്റികൾ ചർച്ചയായിട്ടുണ്ട്. ജി സുധാകരൻ നടത്തുന്നത് പാർട്ടിയോടുള്ള വഞ്ചനയാണെന്ന് ഇതിനോട് തന്നെ കമ്മിറ്റികൾ ചർച്ചയാകുന്നു. പക്ഷേ ജി സുധാകരന്റെ ഭാഗത്താണ് ശരി. സംഘടനാപരമായി അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നില്ല. അദ്ദേഹം കോൺഗ്രസിലോ BJP-യിലോ ഒക്കെ ചേരുന്നില്ല. പൊതുസ്വതന്ത്രനായ അമ്പലപ്പുഴയിൽ നിൽക്കുകയാണ്. ധാർമ്മിക ആശയപരമായ മൂല്യങ്ങൾ പണയം വെക്കുന്ന എന്ന അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. ജി സുധാകരന്റെ നാളത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നറിയിക്കുമ്പോഴും എന്താണ് നിലപാട്? പൊതുസ്വതന്ത്രനായി മത്സരിക്കുമെങ്കിൽ അമ്പലപ്പുഴയിലാണോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. അരുൺകുമാർ.